മുറ്റത്തെ പവിഴമല്ലിച്ചോട്ടിൽ വീണ് കിടക്കുന്ന പൂക്കൾക്ക് ഇന്നും മരണത്തിന്റെ മണം പോലെ. വാടക വീടിന്റെ ഉമ്മറത്തെ ചാരുകസേരയിലിരിക്കുമ്പോൾ കാറ്റിൽ പറക്കുന്ന കർട്ടന്റെ അറ്റത്ത് പിടിച്ച അവൾ ആ പഴയ ആൽബം തുറന്നു. ഓർമ്മകൾക്ക് ചായം കുറവാണെങ്കിലും അവ നൽകുന്ന നോവിന് നല്ല തെളിച്ചമുണ്ടായിരുന്നു. അയാൾ അന്ന് യാത്ര തിരിക്കുമ്പോൾ തന്ന വാഗ്ദാനത്തിന് ഒരു കടലാസ് തോണിയുടെ ഐസേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊരു വീട് വേണം, ജനാല തുറന്നാൽ പുഴ കാണുന്ന, മുറ്റത്തെപ്പോഴും നിലാവ് പെയ്യുന്ന ഒരു ചെറിയ വീട്. അയാൾ അന്ന് പറഞ്ഞത് അവൾ ഓർത്തു. മരണം അയാളെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയിട്ടും ആ ഒരേയൊരു സ്വപ്നമായിരുന്നു വർഷങ്ങളോളം അവളുടെ പകലുകളെയും രാത്രികളെയും തുന്നിച്ചേർത്തത്. എന്നാൽ കാലം കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. പായസം വറ്റിച്ച പാത്രത്തിന്റെ ചൂട്ടിൽ കരിഞ്ഞു പിടിച്ച മധുരം പോലെ ആ സ്വപ്നം അവളുടെ ഉള്ളിൽ മാത്രം അവശേഷിച്ചു. ഇപ്പോഴും ആ പഴയ വീടിനെക്കുറിച്ചാണോ ചിന്ത? അടുക്കളയിൽ നിന്ന് മകൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിക്ക് വാടിയ മുല്ലപ്പൂവിന്റെ ഗന്ധമായിരുന്നു. മേശപ്പുറത്ത് തണുത്തുറഞ്ഞ ചായക്കപ്പിൽ സ്വന്തം പ്രതിബിംബം നോക്കി അവൾ പതുക്കെ മന്ത്രിച്ചു. ചില സ്വപ്നങ്ങൾ പൂർത്തിയാകാനല്ല, മരിക്കോളം കൂടെ നടക്കാനുള്ളതാണ്. ജനാലയ്ക്കപ്പുറം ആകാശം ഇരുണ്ടു വരുന്നുണ്ടായിരുന്നു. പെയ്തു തീരാത്ത മഴ പോലെ പറഞ്ഞു തീരാത്ത വാക്കുകൾ അവളുടെ തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നു. ഡയറിയിലെ അവസാന താളിൽ അവൾ വിറയ്ക്കുന്ന കൈകളോടെ ഇങ്ങനെ കുറിച്ചു: പ്രിയപ്പെട്ടവനെ, നീ ബാക്കി വെച്ചുപോയ ആ ഒരേയൊരു സ്വപ്നത്തിന്റെ തണലിലാണ് ഞാൻ ഇന്നും ശ്വസിക്കുന്നത്. ഓർമ്മകൾക്ക് മരണമില്ലെന്ന് പറയുന്നവർക്കറിയില്ലല്ലോ, ഓരോ നിമിഷവും അവ നമ്മെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ക്ലോക്കിലെ പെൻഡുലം ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. മുറിയിലെ ഇരുട്ടിന് ആഴം കൂടി. അവിടെ തനിച്ചായി പോയവരുടെ ആകാശത്ത് ആ ഒരേയൊരു സ്വപ്നം ഒരു കരിന്തിരി കത്തുന്നത് പോലെ ബാക്കി നിന്നു.